ഇത്ര വേഗം എന്നെ മറന്നോ? നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. എല്ലാം മറന്നല്ലേ? സാരല്ല, ഞാൻ ഓർമ്മിപ്പിക്കാം. പേടിച്ചു പോയോ? പേടിക്കരുത്. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ഈ പേടിയൊക്കെ അങ്ങ് മാറും. ബേസിക്കലി ഞാൻ മരിച്ചെങ്കിലും ഇമോഷണലി എന്റെ വികാരങ്ങളൊന്നും മരിച്ചിട്ടില്ല. യു നോ വാട്ട് ഐ മീൻ? എന്നാ മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞുതരാം. മനുഷ്യന്മാരെ എനിക്ക് വെറുപ്പായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇന്നലെ രാത്രി എന്നെ വല്ലാതെ മാറ്റി. ഇപ്പൊ മനുഷ്യന്മാരെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ല, ഒരു മനുഷ്യന് നമുക്കിനി ഒരുമിച്ച് ജീവിക്കാം. തീരെ സ്നേഹമില്ലല്ലോ. ഇൻട്രോവേർട്ടായിരിക്കും. ശരിയാക്കാം. അതെ, കൂടെ ജീവിച്ചു തുടങ്ങുമ്പോ ശരിയാവും. ഞങ്ങൾ നോക്കുമ്പോ പാതിരാത്രി ഉടുമുണ്ടൊഴിഞ്ഞ് കയ്യെ പിടിച്ച് അല്ലറി വിളിച്ച് വീണ് ചുറ്റും കിടന്ന് ഓടുകയായിരുന്നവൻ. ഒരു വിധത്തിലെ ഞാനിവിടെ അവനെ വലിച്ച് വീട്ടിൽ കൊണ്ട് കിടത്തിയത്. ഇവിടെ യക്ഷുണ്ടെന്നും പറഞ്ഞാൽ അവന്റെ ബഹളം. അവനെ ഒന്ന് അടക്കി കിടത്താൻ പെട്ട പാട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, എടാ ബ്രോക്കറിനോട് ഈ വീട് കാണാൻ വേണ്ടി ഞാൻ ആദ്യം വന്നപ്പോഴേ എനിക്കെന്തോ പന്തികേട് തോന്നിയതാ. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ആദ്യം ഞങ്ങളും അങ്ങനെ വിചാരിച്ചേ, പിന്നല്ലേ കാര്യം മനസ്സിലായത്. എന്ത് കാര്യം? എടാ, ആ യക്ഷിക്ക് അവനോട് പ്രേമമാന്ന്. യക്ഷിക്ക് പ്രേമോ? നിനക്കിനി കാര്യം മനസ്സിലായില്ലല്ലേ? എടാ, അതായത് നമ്മളൊരു കാര്യം ഒരു പരിധിക്കുള്ളിൽ മനസ്സുകൊണ്ട് അങ്ങ് ആഗ്രഹിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഉള്ളോന്ന് തോന്നും. എടാ, ക്രാപ്പ് വായിന്ന് മാറ്റുവേടാ. എടാ, നമ്മളൊരു കാര്യം ഒരു പരിധിക്കുള്ള അങ്ങ് ആഗ്രഹിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ തലച്ചോറ് ഉള്ളതാണെന്ന് തോന്നിപ്പിച്ചു തുടങ്ങും. ഇവൻ്റെ കളിയാ. ഒരു ഉദാഹരണത്തിന് ആ ബിയർ ബോട്ടിൽ കാണും, അതിൽ ബിയർ നിറയണോ ഞാൻ അങ്ങ് ആഗ്രഹിക്കുക. കുറച്ച് കഴിയുമ്പോൾ നിറഞ്ഞായിട്ട് തോന്നും. സോ സിമ്പിൾ. ഓ, ഒന്ന് കാണിച്ച്. അത് തോന്നലല്ലേ? ആഹാ, അത് ശരി. ആ ബിയർ ഗ്രൂപ്പിലുള്ള ബിയർ എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കുടിക്കുന്നതായിട്ടും അത് കുടിച്ച് ഞാനങ്ങ് ഫിറ്റാവുന്നതായിട്ടും ഞാനങ്ങ് ആഗ്രഹിക്കുക. ആത്മാർത്ഥമായിട്ട് ഞാൻ ഫിറ്റാവും. അങ്ങനെ പറ്റുമോ? ആ സാധനം തിരിച്ച് വായി വെച്ചേ, അങ്ങോട്ട് പോളാം. എടാ, പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിട്ടേച്ച് പോയ പിന്നെ കുറേ കാലം ഡിപ്രഷനിലൊക്കെ ആയിരുന്നല്ലോ. ഇനി ഒരു പെണ്ണ് കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ മനസ്സ് തന്നെ ഉണ്ടാക്കിയെടുത്തൊരു തോന്നലാണ് ഈ യക്ഷി. അതാവുമ്പോൾ ആർക്കും കാണണം എന്ന് പറയില്ലല്ലോ. അല്ലേലും യക്ഷികളൊക്കെ വൺ നൈറ്റ് സ്റ്റാൻഡ് ആൾക്കാരല്ലേ. വരുന്നു, ചോര കുടിക്കുന്നു, പോകുന്നു. ഒരു സീരിയസ് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെന്നും അവർ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സവനെ കണ്ടോണ്ട് നിൽക്കുന്നുണ്ടാവില്ലെന്നേ. ഞാനും ഇന്നലെ വെള്ളം ഒടിച്ച് ആകെ എന്തൊക്കെയോ പറഞ്ഞ് അവനെ വിഷമിപ്പിച്ചു. ഇത് ഞാൻ അവൻ്റെ അമ്മയോട് എങ്ങനെ പറയും? അല്ല തന്നെ എൻ്റെ കൂടെ നടന്ന പ്രാന്ത് പിടിക്കുന്ന എൻ്റെ അമ്മ പറയുന്നത്. നമുക്കവനെ ഡോക്ടറെ കാണിക്കണ്ടേ? ഞാനേ അവനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. രാവിലെ സൂക്ഷിച്ച്. എടാ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പൊതുവെ ഇങ്ങനത്തെ അവസ്ഥയിൽ ഷോക്ക് അടിപ്പിക്കുകയോ ചെയ്യാം എന്നാണ് അവന്മാർ പറയുന്നതെങ്കിലും എനിക്കങ്ങനെ അഭിപ്രായം ഇല്ല. കാരണം എന്താ, അവന്മാരെക്കാൾ കൂടുതൽ എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തോന്നലെങ്കിൽ തോന്നൽ. യക്ഷി എങ്കിൽ യക്ഷി, നിനക്കൊരു പെണ്ണ് കിട്ടിയല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു അലയൻസ് നമുക്ക് വന്നെങ്കിൽ നിനക്കതിന് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ എടാ ഞാൻ നിൽക്കും കൂടെ കട്ടയ്ക്ക്. എടാ, പുല്ല എണീച്ച് പൊക്കോ, ഇല്ലെങ്കിൽ നീയും പ്രേതമായിട്ട് ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ടി വരും. അല്ല, ഇവിടെ ഇപ്പൊ എത്ര ആത്മാക്കളുണ്ട്? ഇവിടെ ഇപ്പം അച്ചൂസ് മാത്രമേ ഉള്ളൂ. അച്ചൂസ? ആ, അവളങ്ങനെ വിളിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അച്ചൂസ് എന്ന് പേരുള്ള യക്ഷിയോ? പിന്നെ ഈ നാട്ടിലെ അച്ചൂസും കുട്ടൂസും പൊന്നൂസൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഭാർഗവി, രാഗിണി, സുമതി എന്നൊക്കെ പേര് മാറ്റി വരണോ? കറക്റ്റ്.
ഇമോഷണലി നിന്റെ ബ്രെയിൻ ബാധിക്കപ്പെട്ടുണ്ടെങ്കിലും ലോജിക്കലി നിന്റെ ബ്രെയിൻ വർക്കിംഗ് ആണ്. ഒരു കുഴപ്പമില്ല. അതെ, നിന്റെ അച്ചൂസ് ഇപ്പൊ എവിടെയുണ്ട്? ഈ അച്ചൂസിനെ ഇപ്പൊ എന്നെ കാണാൻ പറ്റുമോ? പറ്റും. പറ്റൂലേ? ഓക്കെ. കൺഗ്രാറ്റുലേഷൻസ്. മേ ഗോഡ് ബ്ലെസ് യു ബോത്ത്. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. വൈകിട്ട് നിങ്ങൾ സംസാരിച്ചൊക്കെ ഇരിക്കും. ജീവനുണ്ടെ കാണാം. പേജ് മറിക്കണം അങ്ങോട്ട്. എടാ, ഞാനിന്ന് എൻ്റെ ഓഫീസിലെ ഫ്രണ്ടിനോടെ നമ്മുടെ കാര്യം ഒന്ന് നൈസായിട്ട് അവതരിപ്പിച്ചായിരുന്നു. എന്നിട്ട് അവൻ്റെ ചേട്ടനും ഇതുപോലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ ഡോക്ടറെ ഒന്നും കാണിക്കാൻ നിന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഇവൻ ഉറങ്ങിക്കിടന്നപ്പോൾ ഇവൻ്റെ ചേട്ടനൊരു കത്തി എടുത്തുകൊണ്ട് വന്ന് ഇവൻ്റെ തലക്കിട്ട് ഒറ്റ വെച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കേസിൽ ദീപു ഇങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ആ ഫ്രണ്ടിനോട് അത്യാവശ്യമായിട്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാൻ പറ. ഇനിയിപ്പം ദീപുവിന്റെ ആ ഫ്രണ്ട് എന്തെങ്കിലും ചെയ്താലും നമ്മളെല്ലാം ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? എടാ മണ്ട, അവൻ നമ്മളെ വെട്ടിപ്പൂളൂന്ന് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലെന്ന് കരുതി സമാധാനമായിട്ടിരിക്കണല്ല. കാരണം അവൻ എപ്പോ വേണമെങ്കിലും വയലന്റ് ആവും. നമ്മളൊന്ന് സൂക്ഷിക്കണം. ഇന്നവൻ വയലന്റ് ആയതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. എന്ത്? അവനോട് ഞാൻ നിന്റെ ഈ മാനസിക അസ്വസ്ഥങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ ആ പ്രേതം നിന്നെ പ്രേമിക്കുന്നത് ചോദിച്ചു പോയി. കൊന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും അവനോട് സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ആവശ്യത്തിന് മാത്രം സംസാരിച്ചാൽ മതി. നീ സംസാരിക്കേ വേണ്ട. അവൻ പുറത്തു പോകുന്നതും പ്രശ്നമാണ്. ഇതിനൊരു തീരുമാനമാവുന്നത് വരെ അവനെ പുറത്തോട്ടൊന്നും വിടണ്ട. മനസ്സിലായി? എന്താടാ? അല്ല, ഓൾറെഡി പുറത്തുള്ളവൻ അകത്ത് തിരിച്ചു കയറിയാലല്ലേ നമ്മുടെ ഈ പ്ലാനൊക്കെ നടക്കും. അവനോട് പോയി അവന് ട്രിപ്പ് പോയേക്കുവാ. ട്രിപ്പോ? ആരുടെ കൂടെ? അവനും അവന്റെ ക്യാമുകയും. ചേട്ടനെന്താ വിറയ്ക്കുന്നേ? ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നേ? എന്താ? ആ, എനിക്കും എപ്പോഴും തണുപ്പാ. അവസാനമായിട്ട് ചൂടറിഞ്ഞത് പട്ടടയെ പൊതിച്ച് കിടക്കുമ്പോ. ചേട്ടനെ ഞാൻ പൊതപ്പിക്കട്ടെ? സാരിയും കൊണ്ടേ തണുക്കാതിരിക്കാൻ. എന്റെ തണുപ്പൊക്കെ പോയി. എനിക്കിഷ്ടായി എന്തോന്ന് ബൈക്കിൽ പോണത്. ഈ ചേട്ടന്റെ ഒരു പേടി. ചേട്ടാ നോക്കിയതേ, അവിടെയൊക്കെ വീടുകളൊക്കെ അത്. വേറൊരു പ്രേതം. ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. നല്ല സ്ഥലാ. ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷെ ഇന്നൊരുത്തനെയും കാണുന്നില്ല. ആരും ചാടി ചത്തിട്ടില്ലെന്ന് തോന്നുന്നു. എന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോവോ? പാലമരത്തിലേക്കാണോ? അല്ല, ഇത് വേറെ. എനിക്ക് ഉറങ്ങണമായിരുന്നു. വേറൊരു സമയം നോക്കി വന്നാ പോരെ? ഉറക്കമാണോ എന്നേക്കാ വലുത്?
പണ്ട് ഇതുപോലെ ഞാൻ ശരത്തുമായിട്ട് രാത്രി കാലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി നടന്നിട്ടുണ്ട്. ആരാ അത്? എന്നാ പിന്നെ ആ പുള്ളിയെ തന്നെ വിളിച്ചോണ്ട് വരാൻ പാടില്ലായിരുന്നോ? ഇനിയിപ്പോൾ അവനെ വിളിക്കാൻ പറ്റില്ല, ഞാൻ അവനെ അങ്ങ് കൊണ്ടു. നമുക്ക് പോവാം, പോകാന്ന്. വാ വാ.